ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന്, അതായത് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് തിരികെ പോരുവാനായിട്ട്, വേണ്ട എന്ന് വെച്ചിട്ടും ഈ വ്യക്തിയിൽ നിന്ന് തിരികെ പോരുവാനായിട്ട് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. അത് നിങ്ങളുടെ ഒരു റീഡിംഗ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് റീഡിംഗ് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അത് ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി, അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയെ വേണ്ടാന്ന് വെച്ച് നിങ്ങൾ പോയി, എന്നിട്ടും നിങ്ങൾ തിരികെ ആളിലേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞെത്തുകയാണ്. അതെന്തുകൊണ്ടാണ്, എന്തൊക്കെ കാരണങ്ങളാണ് അതിനുള്ളത് എന്നാണ്. അപ്പോൾ റീഡിങ് നടക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുമായിട്ടുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള ടൈമുകളെല്ലാം മനസ്സിൽ ഓർത്തെടുക്കുക. അതിനുശേഷം തുടർന്ന് റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്പ്രെഡുകൾ. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ടെമ്പറൻസ് കാർഡാണ്. പിന്നീട് വന്നിരിക്കുന്നത് 2 ഓഫ് സോർഡ്സ് ആണ്. അതുപോലെ ക്വീൻ ഓഫ് സോർഡ്സ്, 9 ഓഫ് പെൻറ്റക്കിൾ, 2 ഓഫ് വാൻസ്, 8 ഓഫ് കപ്സ്, 4 ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്, പേജ് ഓഫ് സോർഡ്സ്, കിങ് ഓഫ് സോർഡ്സ്. ഇത്രയും കാർഡുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറൻസ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടെമ്പറൻസ് കാർഡ്. ടെമ്പറൻസ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നന്നായി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അതായത് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതായത് യൂസ്ലെസ് ടോക്ക് അല്ല ഉദ്ദേശിക്കുന്നത്, നല്ല രീതിയിൽ സംസാരിച്ച് ആരെയും മയക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് അർത്ഥം. അതായത് ഒരു റൊമാൻറ്റിക് ടോക്സ് ഒക്കെ നടത്തി നിങ്ങളെ അങ്ങനെ വീഴിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. ഏതൊരു സിറ്റുവേഷനിൽ നിന്നാലും അവിടുന്ന് സംസാരിച്ച് നല്ല രീതിയിൽ ഇറങ്ങിപ്പോരാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ആ സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെ ആ സംസാരത്തിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് കൂടുതൽ ഇഷ്ടം തോന്നിയത്. അങ്ങനെ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ തന്നെ നല്ല ക്ഷമയോടെ കാത്തിരുന്ന് നിങ്ങൾ പ്രപ്പോസ് ചെയ്തൊരു വ്യക്തിയാണ്. പലപ്പോഴും നിങ്ങൾ വേണ്ടാന്ന് വെച്ച് പോയപ്പോഴൊക്കെ ക്ഷമയോടെ നിങ്ങളുടെ പുറകെ നടന്ന് അങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളതാകാം നിങ്ങൾ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ആ ടൈമിൽ നിങ്ങൾ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പല നല്ല വാക്കുകളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. അതൊക്കെ നിങ്ങളിങ്ങനെ ഓർത്ത് വെക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും അത് മറന്നു പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം നിങ്ങളിത് വേണ്ടാന്ന് വെച്ച് പോയിട്ടും ഈ വ്യക്തിയിലേക്ക് തിരികെ എത്തുന്നത്. ആ ഓർമ്മകൾ നിങ്ങളെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. പിന്നെ സെക്കൻഡ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് സോർഡ്സ് ആണ്. 2 ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബിറ്റ്വീൻ കാർഡാണ്. അതായത് ഇതിൻ്റെ നടുക്ക് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം. അപ്പോൾ ഈ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ചാഞ്ചാട്ടമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇത് വേണ്ടാന്ന് വെച്ച് നിങ്ങൾ പോയിരിക്കുകയാണ്, ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണം. അതാണ് രണ്ടിലും പെട്ടൊരവസ്ഥ. അതിങ്ങനെ ഒരു രീതിയിലാണ് നിങ്ങളുടെ മാനസികാവസ്ഥ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഒത്തിരി ഡ്രീംസൊക്കെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ചുണ്ടായിരുന്നു. പല ഡ്രീംസുകളുള്ളൊരു വ്യക്തിയായിരുന്നു നിങ്ങൾ. ഒത്തിരി സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ആ സ്വപ്നങ്ങളൊക്കെ നിങ്ങളെ പിന്നോട്ട് വലിക്കുകയാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ വേണ്ടാന്ന് വെച്ച് പോയി കഴിയുമ്പോൾ ഈ റിലേഷനിലേക്ക് വരാനുള്ള കാരണങ്ങളിൽ ഒന്ന് അതായി മാറുകയാണ്. നെക്സ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. ക്വീൻ ഓഫ് സോർഡ്സ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ്
ആയിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നൊരു റിലേഷനായിരുന്നു നിങ്ങളുടെ. പക്ഷേ അവിടെ ഒരു തേർഡ് പാർട്ടി വന്നു. അത് മേ ബി പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിരിക്കാം, ചിൽഡ്രൻസ്, ഇങ്ങനെ പലരും പലതിനെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ബോത്ത് സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും ഒരു എക്സ്ട്രാ ഫാമിലി മാരിറ്റൽ റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. ചിലർക്ക് ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് കൂടാതെ വേറെ പുറത്ത് ഒരു ഫാമിലി കൂടി നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണുന്നു. ചിലപ്പോൾ ഒരാൾക്കേ കാണാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ കാണുന്നുണ്ട്, എക്സ്ട്രാ ഫാമിലി മാരിറ്റൽ റിലേഷൻഷിപ്പ്. സോ അപ്പോൾ ആ ഫാമിലിയിൽ ചിൽഡ്രൻസ് കാണും. അപ്പോൾ അവരെയൊക്കെ ആയിരിക്കും നമ്മളിവിടെ കാണുന്നതെന്ന് വിചാരിക്കുന്നു. സോ ഫാമിലി വിട്ട് പോകാനും പറ്റുന്നില്ല. അത് ചിലപ്പോൾ നിങ്ങളുമായിരിക്കാം, നിങ്ങൾക്കാണെങ്കിലും ഫാമിലി വിട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ അതിപ്പോൾ ഫാമിലി ആണെന്നില്ല കേട്ടോ, അത് പേരൻസ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കരിയർ ഉപേക്ഷിക്കുന്നതാകാം, എന്ത് തന്നെ ആയിരിക്കാം. അത് വിട്ടിട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് വേണം. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നപ്പോൾ പിന്നീട് നിങ്ങൾ തീരുമാനിക്കുകയാണ് ആളെ വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒന്നിൽ കൂടുതൽ ആളുകളെയൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ അത് മറ്റൊരു റിലേഷൻഷിപ്പ് വന്നതുകൊണ്ടും ചിലപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ നല്ലതെന്ന് വെച്ചിട്ട് ഇത് വേണ്ടാന്ന് വെച്ചിട്ട് പോയവരെ ചുരുക്കം ചില ആളുകളെ കാണുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അത് നിങ്ങൾ എന്താണെങ്കിലും അത് വേണ്ടാന്ന് വെച്ച് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ അടുത്ത കാർഡ് വന്നിരിക്കുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് മെയിനായിട്ടും നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം, സംരക്ഷണം, ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു നല്ല സമാധാനത്തിൽ സംസാരിക്കുന്ന ഒരാളായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കെയർ തരുന്ന ആളായിരിക്കാം, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ മറ്റേതോ ഒരു ലോകത്ത് എത്തിപ്പെട്ട ഒരവസ്ഥയാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. അപ്പോൾ പലപ്പോഴും പലപ്പോഴും നിങ്ങൾ ഈ ഒരു ആളെ വിട്ടിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ആ ഒരു ലോകത്തേക്ക് എത്തിപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആളുടെ കൂടെ ഇരുന്ന് എല്ലാം മറന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആളുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, അതിപ്പോൾ കിട്ടുന്നില്ല. അതൊക്കെ നിങ്ങളെ ഈ വ്യക്തിയിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ തിരികെ വരുന്നു ആ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ. സോ ഇതാണ് നിങ്ങളെ തിരികെ വിളിക്കുന്ന മെയിനായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ 5th കാർഡ് നമുക്കിവിടെ വന്നിരിക്കുന്നത് 2 ഓഫ് വാൻഡ്സ് ആണ്. 2 ഓഫ് വാൻഡ്സും അതുപോലെ തന്നെ ഒരു നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ആയിരുന്നു, അത് സ്മൂത്ത് ഗോയിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട് പേടിക്കുകയാണ്. അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വീൻ ഓഫ് സോർഡ്സ് കാർഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെയോ ഉണ്ട്, തേർഡ് പാർട്ടി ആയിട്ട് ആരൊക്കെയോ ഉണ്ട്, അവരെ ആയിരിക്കാം നിങ്ങൾ പേടിക്കുന്നത്, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങൾ പേടിക്കുന്നത്. അതെന്ത് തന്നെയായാലും അതൊക്കെ നിങ്ങൾ പേടിക്കുകയാണ്. അതുകൊണ്ട് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇങ്ങനെ അവരറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാം. അത് ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, സൊസൈറ്റി ആയിരിക്കാം. അങ്ങനെ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാൻ അങ്ങനെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ. ഇപ്പോൾ കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ വേണ്ടാന്ന് വെച്ച് നിങ്ങൾ പോവുകയായിട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ അവർ പോയിട്ടുണ്ടാകും. എങ്ങനെയാണേലും വേണ്ട എന്നൊരു ഇതിലേക്ക് വന്നു. പക്ഷേ അങ്ങനെ വേണ്ടാന്ന് വെച്ച് നിങ്ങൾ പോയെങ്കിലും നിങ്ങൾക്ക് വീണ്ടും അതിലേക്ക് റിട്ടേൺ വരുന്ന ഒരു മനസ്സുകൊണ്ടാണെങ്കിലും നിങ്ങൾ വീണ്ടും അതിലേക്ക് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ നിങ്ങളുടെ അവസ്ഥ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കാർഡ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇതാണ്. ഇത് 8 ഓഫ് കപ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 8 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു ഹാർഡഡ് ചോയ്സാണ് നിങ്ങളുടേത്. അതായത് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് പറയുന്നത്. ഒത്തിരി പ്രശ്നങ്ങൾ വരും ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ, പലവിധ പ്രശ്നങ്ങൾ വരും. അതാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. എക്സ്ട്രാ ഫാമിലി മാരിറ്റൽ റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം പല പ്രശ്നങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അല്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പല കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുപോലെ തന്നെ ഒന്നിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉറപ്പാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിട്ടിട്ട് പോകാനായിട്ട് പറ്റുന്നത്, ഇത് തുടരാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ വല്ലാതെ നല്ലതായിട്ട് പണിപ്പെടേണ്ട ഒരു ഇത് തുടരുവാണെങ്കിൽ അതും നിങ്ങൾക്കും നന്നായിട്ട് അറിയാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ 4 ഓഫ് കപ്സ് ആണ്. 4 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ് ഓർത്ത് റീഗ്രറ്റ് ചെയ്യുന്നു. അത് രണ്ട് രീതിയിൽ വരാം. ഇപ്പോൾ നിങ്ങൾ
ഇപ്പോൾ ഒരു ഫാമിലി ആയിരുന്നു, ആ ഫാമിലിയിൽ നിന്ന് നിങ്ങൾ ഇപ്പോഴത്തെ, അതായത് ഇപ്പം നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പിലേക്ക് വന്നു. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കുകയാണ്. അയ്യോ ഞാനിങ്ങനെയൊക്കെ പോകുന്നല്ലോ, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നല്ല സമയങ്ങളും അല്ല അവരോട് മോശമാണല്ലോ ഞാൻ കാണിക്കുന്നത്, അങ്ങനെയൊക്കെ ഓർത്തിട്ട് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അത് ഓർത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷനിൽ എത്തിച്ചേരാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഫാമിലി, കുട്ടികൾ ഇങ്ങനെയൊക്കെ ഓർത്തിട്ട് നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നുകയും എന്നാൽ ഇത് വേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങൾ പോവുകയൊക്കെ ചെയ്തെങ്കിൽ കൂടിയും ഈ ഒരു വ്യക്തിനെ ഇട്ടിട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം അവരുടെ ഒപ്പം കണ്ട സ്വപ്നങ്ങളും അവരോടൊപ്പം നിങ്ങളുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നിങ്ങൾ അവരോടൊപ്പമാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ. എത്ര വേണ്ടാന്ന് വെച്ചാൽ കൂടിയും നിങ്ങളുടെ മനസ്സ് അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു കാർഡ് വരുന്നത് 2 of Cups ആണ്. 2 of Cups എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു സോൾമേറ്റ് കണക്ഷനാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. പല പ്രശ്നങ്ങളുണ്ട്, സൊസൈറ്റി പ്രശ്നങ്ങളുണ്ട്, ഫാമിലി പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ തന്നെ ആണെങ്കിലും നിങ്ങൾ അതായത് നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വിധിയാണ് അല്ലെങ്കിൽ കർമ്മഫലമാണ് നിങ്ങളെ ഒന്നാകാനായിട്ട് സമ്മതിച്ചത്. പക്ഷേ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് സമ്മതിച്ചത്. പക്ഷേ ഒന്നാകാതെ ഇങ്ങനെ ഒരു രീതിയിൽ പോകാനാണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ്. അല്ലാതെ നിങ്ങൾക്ക് ഒന്നാകാൻ പറ്റും എന്ന് പറ്റില്ല എന്ന് തന്നെയാണ് 99% നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് കാർഡുകളിൽ നിന്ന്. പിന്നെ വരുന്നത് പേജ് ഓഫ് സോർഡ്സ് ആണ്. പേജ് ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കിപ്പം നിങ്ങളുടെ ഓൾറെഡി ഇപ്പം എന്താണ് സിറ്റുവേഷൻ, എന്തുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ച് പോയിട്ടും നിങ്ങൾക്ക് കറങ്ങിത്തിരിഞ്ഞ് നിങ്ങൾ പിന്നെ ഈ വ്യക്തിയിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണെന്നാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചു ഇതിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയുന്നത് എന്നുള്ളതാണ്. അതിനൊരു അഡ്വൈസാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നമുക്ക് തരുന്നത്. യൂണിവേഴ്സ് പറയുന്നു ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇതിലേക്ക് എത്തിച്ചേർന്ന ഒന്നായ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാൻ പറ്റില്ല. കാരണം നിങ്ങളെ പ്രതീക്ഷിച്ച് രണ്ട് വശത്തും ആളുകൾ നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല. ഇങ്ങനെ തന്നെ ഒരു രീതിയിലാണ് നിങ്ങൾ പോകേണ്ടവരാണ്. ഹാപ്പി അല്ലാതെ ഒരു ഫാമിലി ആയിട്ട് ചേർന്ന് പോകേണ്ടവരല്ല. പക്ഷേ നിങ്ങൾ സോൾമേറ്റ്സ് ആണ്, ചെയിൻ ഫ്ലെയിമാണ്, ഭയങ്കര സ്നേഹത്തിൽ പോകേണ്ട ഒരു റിലേഷൻഷിപ്പാണ്. ഹാപ്പി ആയിട്ട് ഒന്നു ചേരൽ ഒരിക്കലും സാധ്യമല്ല, നിങ്ങൾക്കും അതറിയാം. അപ്പം അവരുടെ ചിന്തകളിൽ പെട്ടിങ്ങനെ കിടക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സെൽഫ് ലവ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എന്ന് കരുതി അവരെ തീർത്ത് വെട്ടിമുറിച്ച് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. എത്ര ശ്രമിച്ചാലും അത് നടക്കുകയുമില്ല. അതുകൊണ്ട് ബൗണ്ടറീസ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന നെക്സ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് സോർഡ്സ് ആണ്. കിങ് ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ച് പോകാൻ ഇങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കിങ് ഓഫ് സോർഡ്സിൻ്റെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ കാർഡിനോട് നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുമോ, ആളെ വേണ്ടാന്ന് വെച്ച് എനിക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എസ്സോ ഒരു നോയോ ഈ കാർഡിൽ നമുക്ക് മനസ്സിലായി ഒരു ന്യൂട്രലി ആയിട്ടുള്ള ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ന്യൂട്രലി ചാൻസ്, ചിലപ്പം പോകാം, ചിലപ്പം പോകാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? ഈ കാർഡ് വഴി യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഒരു ഇതെന്ന് വെച്ചാൽ മേ ബി ഒരു യെസ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നോ. അതാണ്, അതായത് സമ്മൺ ഹു കൺട്രോൾ ദെയർ ഓൺ ഡെസ്റ്റിനി. അപ്പോൾ ദെയർ ചോയ്സ്, അതായത് നിങ്ങളുടെ ഒരു ചോയ്സ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ വിധി എഴുതപ്പെടുക എന്നാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാണ്, എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റും, ഭാവിയിൽ ഇതിലേക്ക് ഞാൻ തുടർന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു രീതിയിൽ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പക്ഷേ എല്ലാ ഉത്തരവാദിത്വവും നിങ്ങളുടേതായിരിക്കും. അപ്പോൾ ഞാനൊരിക്കലും പറയില്ല ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണമെന്ന്, ഞാനൊരിക്കലും പറയത്തില്ല. അത് പിന്നെ നിങ്ങളുടെ സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്കേ അറിയാവുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഒരിക്കലും നിങ്ങൾക്കൊരു നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റില്ല എന്നാണ് നമുക്കിവിടെ കാണുന്നത്. പിന്നെ ലാസ്റ്റത്തെ ഒരു കാർഡ് വഴി നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വിധി തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നുള്ള ഒരു കൺക്ലൂഷൻ, അഡ്വൈസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പ്രെഡ്, ഇന്നത്തെ റീഡിങ് ഇതാണ്. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.
താങ്ക് യു ഫോർ വാച്ചിങ്.